2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടിയേറ്റതിന് ശേഷം കേന്ദ്ര കമ്മിറ്റിയുടെയൊക്കെ നിർദ്ദേശപ്രകാരം നന്നാകാൻ തീരുമാനിച്ച് തെറ്റുകളൊക്കെ തിരുത്തിക്കൊണ്ടിരിക്കുന്ന CPMന് ഇപ്പോൾ ഒരു വലിയ അഴിമതിയുടെ ആരോപണമാണ് കോഴിക്കോട് നിന്നും വരുന്നത്. ആ അഴിമതി ആരോപണം വരുന്നത് ഒരു PSC മെമ്പറാക്കാം എന്ന് പറഞ്ഞ് വാഗ്ദാനം ചെയ്തുകൊണ്ട് 60 ലക്ഷം രൂപ മേടിക്കാൻ CPMൽ ഒരു സഖാവ് തീരുമാനിച്ചു. അത് മുഹമ്മദ് റിയാസ് എന്ന് പറയുന്ന മുഖ്യമന്ത്രിയുടെ മരുമകനും അതുപോലെ തന്നെ നമ്മുടെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയും പിന്നെ കൂടാതെ ടൂറിസം വകുപ്പ് മന്ത്രിയുമായിട്ടുള്ള നമ്മുടെ മിന്നൽ റിയാസിൻ്റെ പേരിലാണ് ആ പണം മേടിച്ചത്. ഈ പണം മേടിച്ചതുമായി ബന്ധപ്പെട്ട് മുഹമ്മദ് റിയാസ് ഉത്തരം പറയേണ്ട ചില ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യങ്ങളിലേക്ക് ഞാൻ വരാം ഈ സംഭവം പറഞ്ഞതിന് ശേഷം. ഇതിൽ ഏറ്റവും ആദ്യം സംഭവിക്കുന്നത് അവിടെയുള്ള ഡോക്ടർ ദമ്പതികളാണ്. അവർ ഹോമിയോ ഡോക്ടേഴ്സാണ്. ആ ഹോമിയോ ഡോക്ടർ ദമ്പതികളിൽ ഭാര്യയ്ക്ക് ഒരു PSC മെമ്പർ സ്ഥാനം കിട്ടുന്നതിന് വേണ്ടി 60 ലക്ഷം രൂപ കൊടുക്കണമെന്ന് പറഞ്ഞു. അതിൻ്റെ ആദ്യ ഗഡുവായിട്ടുള്ള 20 ലക്ഷം രൂപ CPMൻ്റെ കോഴിക്കോട് ടൗൺ ഏരിയ കമ്മിറ്റി മെമ്പറായിട്ടുള്ള പ്രമോദ് കോട്ടൂളി എന്ന് പറയുന്ന ആൾ, അതായത് സഖാവാണ് അദ്ദേഹം, വെറും സഖാവല്ല, വലിയ സ്വാധീനമുള്ള ഒരാളാണ്. അദ്ദേഹം 20 ലക്ഷം രൂപ കൈപ്പറ്റി. കൂടാതെ ഒരു 2 ലക്ഷം രൂപ വട്ടച്ചെലവുകൾക്കായിട്ട് കൈപ്പറ്റി. അങ്ങനെ ഏതാണ്ട് 22 ലക്ഷം രൂപ മൊത്തമായിട്ട് കൈപ്പറ്റി. ആ കൈപ്പറ്റിയിട്ടുള്ള പ്രമോദ് കോട്ടൂളി എന്ന് പറയുന്നത് ഈ പറയുന്ന മുഹമ്മദ് റിയാസിൻ്റെ അയൽവക്കക്കാരനാണെന്ന് മാത്രമല്ല, മുഹമ്മദ് റിയാസുമായി വളരെ വ്യക്തിപരമായ ബന്ധം കാത്തുസൂക്ഷിക്കുന്ന വളരെ അടുപ്പമുള്ള ഒരാളാണെന്നാണ് അവിടുത്തെ തന്നെ കോട്ടൂളിയിലെ തന്നെ സഖാക്കളിൽ നിന്ന് നമുക്കറിയാൻ കഴിയുന്നൊരു കാര്യം. അപ്പോൾ അദ്ദേഹം ഇത് വാങ്ങിക്കുന്നു. പക്ഷേ ഈ PSC മെമ്പർ സ്ഥാനം വനിതാ ഡോക്ടർക്ക് കിട്ടുന്നില്ല. കിട്ടാതെ മാസങ്ങൾക്ക് ശേഷം ഇവർ വെയിറ്റ് ചെയ്തിരിക്കുന്നു. അപ്പോൾ അങ്ങനെ കിട്ടാതാകുമ്പോഴേക്കും ഈ പറയുന്ന പ്രമോദ് കോട്ടൂളി അടുത്തൊരു ഓഫർ അവർക്ക് കൊടുക്കുന്നു. കാരണം ആയുഷ് എന്ന് പറയുന്ന വകുപ്പിൽ, കേരളത്തിലെ ഗവൺമെൻറ് വകുപ്പിൽ തന്നെ ഒരു പ്രമുഖമായിട്ടുള്ള സ്ഥാനം ഈ വനിതാ ഡോക്ടർക്ക് കൊടുക്കാമെന്ന് പറയുന്നു. അപ്പോൾ അത് കേട്ടിട്ടും അവർ കുറച്ച് നാളുകളായി വെയിറ്റ് ചെയ്തിരിക്കുന്നു. പക്ഷേ വെയിറ്റ് ചെയ്തിരുന്നിട്ടും ഫലമില്ല എന്ന് തോന്നിയതുകൊണ്ട് പണം തിരികെ ചോദിക്കുന്നു. ഏറ്റവും ഒടുവിൽ അവർ കോട്ടൂളി ലോക്കൽ കമ്മിറ്റിക്ക് പരാതി കൊടുക്കുന്നു. അപ്പോഴും അവർ പോലീസിലേക്ക് പരാതിയായി പോയിട്ടില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. കോട്ടൂളി ലോക്കൽ കമ്മിറ്റിക്ക് പരാതി കൊടുക്കുന്നു. ലോക്കൽ കമ്മിറ്റി ഉടൻ തന്നെ ഇത് ഏരിയ കമ്മിറ്റി അംഗമായതുകൊണ്ട് ഈ ഏരിയ കമ്മിറ്റിയിലേക്ക് ഈ പരാതി അയക്കുന്നു. ഏരിയ കമ്മിറ്റിയിൽ നിന്നും ജില്ലാ കമ്മിറ്റിയിലേക്ക് പരാതി അയക്കുന്നു. ജില്ലാ കമ്മിറ്റിയും ഇതിന്മേൽ നടപടിയൊന്നും എടുക്കുന്നില്ല. ജില്ലാ കമ്മിറ്റി നേരെ സംസ്ഥാന കമ്മിറ്റിയിലേക്ക് അയക്കുന്നു. സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് വരുന്നു. അപ്പോൾ ഇങ്ങനെ പരാതി വന്നതിന് ശേഷം തീർച്ചയായിട്ടും നമുക്കറിയാമല്ലോ, മുഹമ്മദ് റിയാസ് കൃത്യമായിട്ട് ഈ പരാതി വന്നു എന്നറിയും. ആ പരാതി വന്നു എന്ന് അറിഞ്ഞതിന് ശേഷം ഏതാണ്ട് ഒരു മാസം മുമ്പ് മുഹമ്മദ് റിയാസ് ഒരു ലെറ്റർ എഴുതി ജില്ലാ കമ്മിറ്റിക്ക് കൊടുക്കുന്നു, ജില്ലാ സെക്രട്ടറിക്ക് കൊടുക്കുന്നു. അതായത് ഇങ്ങനെ എൻ്റെ പേരിൽ ഒരാൾ പണം മേടിച്ചു എന്ന് പറഞ്ഞൊരു പരാതി ഉണ്ടെന്നും ആ പരാതി അന്വേഷിച്ച് നടപടിയെടുക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു ലെറ്റർ എഴുതി കൊടുക്കുന്നു. അപ്പോൾ ആ സമയത്ത് തന്നെ ഏതാണ്ട് ഒരു മാസം മുമ്പ് തന്നെ അവിടെ ഒരു കമ്മിറ്റിയെ തീരുമാനിക്കപ്പെടുന്നു. ഈ കമ്മിറ്റി തീരുമാനിക്കപ്പെടുന്നു എന്ന് പറയുന്നിടത്ത് 2 ചോദ്യങ്ങളുണ്ട്. ഒന്ന്, മുഹമ്മദ് റിയാസ് എന്ന് പറയുന്ന മന്ത്രി ഭരണഘടനാ പ്രകാരം പ്രവർത്തിക്കാൻ ബാധ്യതയുള്ള ഒരാളാണ്. അദ്ദേഹം അങ്ങനെ സത്യപ്രതിജ്ഞ ചെയ്ത് മന്ത്രിയായ ഒരാളാണ്. അങ്ങനെ മന്ത്രിയായിട്ടുള്ള ഒരാൾ ഇത്തരത്തിലുള്ള ഒരു അഴിമതി നടക്കുന്നു എന്ന് പറഞ്ഞാൽ അയാളുടെ പ്രാഥമികമായ ഉത്തരവാദിത്തം എന്ന് പറയുന്നത് അത് പോലീസിനെ അറിയിക്കുക എന്നുള്ളതാണ്. പക്ഷെ പോലീസിനെ അറിയിക്കാൻ മുഹമ്മദ് റിയാസ് എന്തുകൊണ്ടോ തയ്യാറാകാത്തത് എന്തുകൊണ്ടായിരിക്കും എന്നുള്ളത് നിങ്ങൾ ഊഹിച്ചാൽ മതി, എനിക്കറിയില്ല. അപ്പോൾ അതുകൊണ്ട് തയ്യാറായില്ല. അങ്ങനെ തയ്യാറാകാതെ പാർട്ടി ജില്ലാ കമ്മിറ്റിക്ക് പരാതി കൊടുക്കുന്നു. ഈ പാർട്ടി ജില്ലാ കമ്മിറ്റിക്ക് പരാതി കൊടുത്തതിന് ശേഷം അവർ തോട്ടത്തിൽ രവീന്ദ്രനെയും അതുപോലെ വേറെ ആരൊക്കെയോ സച്ചിൻ ദേവിനെയൊക്കെ പോലെയുള്ള ആളുകളെ വെച്ചുകൊണ്ട് ഒരു കമ്മിറ്റിയെ തീരുമാനിക്കുന്നു, 4 അംഗ കമ്മിറ്റി. എന്നിട്ട് അന്വേഷണം നടത്തുന്നു. അന്വേഷണം നടത്താൻ ഇതിനകത്ത് എന്താണുള്ളത് എന്ന് നമുക്കറിയില്ല. കാരണം ഇത് ഇപ്പോൾ മറ്റ് വിദേശ രാജ്യങ്ങളിലൊന്നും പോയി അന്വേഷണം നടത്തേണ്ട ആവശ്യമില്ല. പകരം പരാതിക്കാരെ വിളിച്ചു വയ്ക്കുകയും ഈ പ്രമോദിന് എങ്ങനെയാണ് പണം കൊടുത്തതെന്ന് ചോദിക്കുകയും അങ്ങനെ മേടിച്ചിട്ടില്ല എന്നാണ് പറയുന്നതെങ്കിൽ അദ്ദേഹത്തിൻ്റെ ബാങ്ക് അക്കൗണ്ടുകൾ പരിശോധിക്കുകയൊക്കെ ചെയ്തുകൊണ്ട് ഈ പ്രശ്നം വളരെ കൃത്യമായി ഒരു 2-3 ദിവസത്തിനകം തീർപ്പാക്കാവുന്ന ഒന്നേ ഉള്ളൂ. ഇങ്ങനെ തീർപ്പാക്കിയാലും ഇല്ലെങ്കിലും പാർട്ടിക്ക് ചെയ്യാൻ കഴിയുന്നൊരു കാര്യമുണ്ട്. ഇദ്ദേഹത്തിനെതിരെ, അതായത് പ്രമോദ് കോട്ടൂളിക്കെതിരെ പാർട്ടി നമ്മുടെ അറിവിൽപ്പെട്ടിടത്തോളം ഇതേവരെ ഒരു നടപടിയും എടുത്തിട്ടില്ല. അങ്ങനെ നടപടി എടുക്കാത്തത് എന്തുകൊണ്ടാണ് എന്ന് നമ്മൾ ആലോചിക്കണം. സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പർ, CPMൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പർ കൂടിയായിട്ടുള്ള മുഹമ്മദ് റിയാസ് ഒരു പരാതി എഴുതി ജില്ലാ കമ്മിറ്റി കൊടുത്തിട്ട് ജില്ലാ കമ്മിറ്റി അങ്ങനെ നടപടി എടുക്കാതിരിക്കും എന്ന് നിങ്ങൾ ആരെങ്കിലും വിചാരിക്കുന്നുണ്ടോ? ഇനി അഥവാ ജില്ലാ കമ്മിറ്റി ഇത്തരത്തിലുള്ള ഒരു അഴിമതിക്കെതിരെ നടപടിയെടുത്തില്ലെങ്കിൽ ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള മോഹനൻ മാസ്റ്റർക്കെതിരെ അടക്കം പാർട്ടി നടപടിയെടുക്കണ്ടേ എന്നുള്ളതാണ് എൻ്റെ 2ാമത്തെ ചോദ്യം.
ഈ 3 ചോദ്യങ്ങൾക്ക് നമുക്ക് മറുപടിയില്ല. ഒന്ന്, പാർട്ടി ഇദ്ദേഹത്തെ പുറത്താക്കിയോ, രണ്ടാമത്തത് മോഹനൻ മാസ്റ്റർ ഇത് മറച്ചുവെക്കാൻ ശ്രമിച്ചോ, മൂന്നാമത്തത് എന്തുകൊണ്ടാണ് മന്ത്രിയായിട്ടുള്ള മുഹമ്മദ് റിയാസ് ഇത് പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു പരാതിയായി പോകാത്തത്, അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു പരാതി കൊടുക്കാൻ ഈ പറയുന്ന ദമ്പതികളായിട്ടുള്ള ആളുകളെ, പ്രത്യേകിച്ചും അദ്ദേഹത്തിൻ്റെ ഇമേജ് ടാർണിഷ് ചെയ്യാൻ പോകുന്ന ഒരു കാര്യമായതുകൊണ്ട് അദ്ദേഹത്തിന് ഒരു മിന്നൽ പരിശോധനകളൊക്കെ നടക്കുന്ന മന്ത്രി എന്നുള്ള നിലക്ക് പലപ്പോഴും നമുക്കറിയാം അദ്ദേഹം മിന്നൽ മന്ത്രി എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇത് എന്തുകൊണ്ടാണ് എന്ന് പരിശോധിക്കേണ്ട ഉത്തരവാദിത്തമുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഒന്ന്. രണ്ടാമത്തത്, പാർട്ടി ആലോചിക്കേണ്ട കാര്യമെന്ന് പറഞ്ഞാൽ മുഹമ്മദ് റിയാസ് അടക്കമുള്ള ആളുകൾക്ക് കൊടുക്കാൻ എന്ന് പറഞ്ഞ് 60 ലക്ഷം രൂപ തന്നാൽ ഞങ്ങൾ PSC മെമ്പർ സ്ഥാനം തരാമെന്ന് പറയുമ്പോൾ ഈ കേരളത്തിലെ നാട്ടിലെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള, വിവരമില്ലാത്ത ആളുകളല്ല, ഇല്ലിറ്ററേറ്റ് ആയിട്ടുള്ള ആളുകളല്ല, വിവരമുള്ള ഒരു ഡോക്ടർ ദമ്പതികൾ, അതായത് 60 ലക്ഷം രൂപയൊക്കെ എടുക്കാൻ കഴിയുന്ന സാമ്പത്തികമായി ഉന്നതിയിൽ നിൽക്കുന്ന ആളുകൾ പോലും വിശ്വസിക്കുന്നത് എന്തുകൊണ്ടാണ് എന്ന് CPM ആലോചിക്കേണ്ടതാണ്. അപ്പോൾ അതിൻ്റെ പിന്നിൽ ചില കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എങ്ങനെ? അതായത് ഈ പ്രമോദ് കോട്ടൂളി പിടിക്കപ്പെടുമെന്ന് മനസ്സിലായപ്പോൾ ഏതാണ്ട് 1 മാസം മുമ്പ് ഉടനെ തന്നെ ഒരു പരാതി എഴുതി, ഞാനും കൂടി ഈ പരാതി കൊടുത്തിരുന്നുവെന്നും പറയാൻ വേണ്ടിയിട്ട് മാത്രമുള്ള ഒരു പരാതിയായി ഇത് അവശേഷിക്കും. അല്ലെങ്കിൽ ആത്മാർത്ഥത ഉണ്ടായിരുന്നെങ്കിൽ ഈ പറയുന്ന മുഹമ്മദ് റിയാസിന് തീർച്ചയായും, ഇപ്പം നമ്മൾ മേടിക്കാത്ത ഒരാളാണെങ്കിൽ നമുക്ക് ദേഷ്യം വരേണ്ടതാണ്. നമ്മൾ ആ പ്രമോദ് കോട്ടൂളിയെ പൂട്ടാൻ വേണ്ടിയിട്ട് ഏത് വഴിയും നോക്കേണ്ടതാണ്. തീർച്ചയായിട്ടും നമ്മൾ പോലീസിൽ അറിയിക്കേണ്ടതാണ്, പാർട്ടിയെ കൊണ്ട് നടപടി എടുപ്പിക്കേണ്ടതാണ്. ഇതൊന്നും ചെയ്തില്ല എന്നുള്ളത് ഇതിനകത്ത് ഏറ്റവും ദുരൂഹമായിട്ടുള്ള കാര്യങ്ങളിലൊന്നാണ്. ഇത് പറയുമ്പോൾ ഈ PSC മെമ്പർ എന്ന് പറയുന്ന സ്ഥാനം തന്നെ ഇത് വിൽപ്പനയ്ക്ക് വേണ്ടി വച്ചേക്കുന്ന ഒരു ഐറ്റമാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. കാരണം നമുക്ക് മറ്റ് ചില സംസ്ഥാനങ്ങളിലെ കണക്കുകൾ പരിശോധിക്കാം. അതിനു മുമ്പ് കേരളത്തിലെ ഒരു ഉദാഹരണത്തിലേക്ക് വരാം. കേരളത്തിൽ INLന് 2 കൊല്ലം മുമ്പ് ഒരു PSC മെമ്പർ സ്ഥാനം കിട്ടി. ഇന്ത്യൻ നാഷണൽ ലീഗ് എന്ന് പറയുന്ന ഇപ്പോൾ അഹമ്മദ് ദേവർകോവിൽ മന്ത്രിയായിട്ടിരിക്കുന്ന INLന് ഒരു ഇബ്രാഹിം സുലൈമാൻ സൈറ്റിൻ്റെയൊക്കെ പാർട്ടിക്ക് ഒരു INL സ്ഥാനം കിട്ടി. ആ സ്ഥാനം കിട്ടിയപ്പോൾ ആ പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെയുള്ള ആളുകൾ ഒരു ശബ്ദരേഖ പുറത്തേക്ക് വിട്ടിരുന്നു. ആ ശബ്ദരേഖ പുറത്തേക്ക് വിട്ടതിനെക്കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ ഇതിൽ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട്, ഇതിൻ്റെ മുകളിൽ തന്നെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാം. അത് 40 ലക്ഷം രൂപക്ക് ഈ INLന് കിട്ടിയിട്ടുള്ള PSC മെമ്പർ സ്ഥാനം വിൽക്കാൻ വെച്ചിരിക്കുന്നുവെന്ന് പറഞ്ഞ് കൃത്യമായി പുറത്തേക്കൊരു ശബ്ദരേഖ തന്നെ വന്നേക്കണാണ്. എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഒന്നുകിൽ വളരെ വേണ്ടപ്പെട്ട ആളുകൾ അക്കോമഡേറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ സ്വജനപക്ഷപാതം നടത്താൻ, അല്ലെങ്കിൽ ഈ കാശ് മേടിച്ച് ഇത് വിൽക്കാൻ വേണ്ടിയിട്ടാണ് ഈ PSC മെമ്പർ സ്ഥാനം വെച്ചിട്ടുള്ളത്. ഇതിൻ്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് പറയുന്നത് PSC ചെയർമാന് കിട്ടുന്നത് 2.5 ലക്ഷം രൂപയാണ് ഇപ്പോൾ എങ്കിൽ PSC മെമ്പർക്ക്, യാതൊരു പണിയൊന്നുമില്ലാത്ത PSC മെമ്പർക്ക് കിട്ടുന്നത് പോലും 2.25 ലക്ഷം രൂപ സാലറിയായി കിട്ടുകയാണ്. കൂടാതെ കാറ് കിട്ടുകയാണ്, TA കിട്ടുകയാണ്, HRA കിട്ടുകയാണ്, വീട് കിട്ടുകയാണ്. ഇത്തരത്തിലുള്ള വലിയ പാക്കേജാണുള്ളത്. കൂടാതെ ഇപ്പോൾ കേരളത്തിൽ ഈ PSC മെമ്പർമാരുടെ സാലറി ഏതാണ്ട് ഇരട്ടിയാക്കുന്നതിനുള്ള ശുപാർശ കൂടി പോയിട്ടുണ്ട് എന്ന് നിങ്ങൾ അറിയണം. ഒന്ന്. ഇനി രണ്ടാമത്തെ കാര്യം, കേരളത്തിലുള്ളത് എത്ര കോടി ജനങ്ങളാണ്? ഒരു 3-3.5 കോടി ജനങ്ങളും ഏതാണ്ട് 5.5 ലക്ഷത്തോളം വരുന്ന ഗവൺമെൻറ് ജീവനക്കാരും മാത്രമേ നമുക്കുള്ളൂ. അങ്ങനെ 5.5 ലക്ഷത്തോളം വരുന്ന ഗവൺമെൻറ് ജീവനക്കാർക്ക് റിക്രൂട്ട്മെൻറ്റ് നടത്താനുള്ള PSCയിലെ ബോർഡ് മെമ്പേഴ്സ് എന്ന് പറയുന്നത് ഇപ്പോൾ അത് 21 പേരാണ്. അതായത് മറ്റ് കേരളത്തിൽ ഒരു സംസ്ഥാനത്തും അതില്ല എന്ന് നിങ്ങൾ ആലോചിക്കണം. ഒന്ന്. അതിൽ തന്നെ കേരളത്തിൽ 1959 ഇത് രൂപീകരിച്ചപ്പോൾ വെറും 5 പേരേ ഉണ്ടായിരുന്നുള്ളൂ. 71 ആയപ്പോൾ ഇത് 7 പേരേ ഉണ്ടായിരുന്നുള്ളൂ. 82 ആയപ്പോൾ ഇത് 9 പേരേ ഉണ്ടായിരുന്നുള്ളൂ. 83 ആയപ്പോൾ ഇത് 13 പേരേ ഉണ്ടായിരുന്നുള്ളൂ. 1983 വരെ. അതിന് ശേഷമാണ് പെട്ടെന്ന് ഇങ്ങോട്ട് കൂടിയത്. ഇനി നമുക്ക് നമ്മുടെ തൊട്ടടുത്തുള്ള മറ്റ് സ്റ്റേറ്റുകളിലേക്കൊന്ന് നോക്കാം. അവിടെ തമിഴ്നാട്ടിൽ 14 PSC മെമ്പർമാരും ഒരു ചെയർമാനും അടക്കമാകെ 15 പേരേ ഉള്ളൂ. അവിടെ നിങ്ങൾ അറിയേണ്ടത് 14 ലക്ഷത്തിലധികം വരുന്ന ഗവൺമെൻറ് ജീവനക്കാരുണ്ട്. അവിടെ 7.5 കോടിയോളം വരുന്ന ജനങ്ങളുണ്ട്. പക്ഷെ അവിടെ പോലും നമ്മളെക്കാൾ കുറവുള്ള PSC മെമ്പർമാരേ ഉള്ളൂ. നേരത്തെ 2 കൊല്ലം മുമ്പ് അവിടെ 9 പേരേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോഴാണത് കൂട്ടിയത്. കർണാടകത്തിൽ ആകെയുള്ളത് 10 പേരാണ്, ചെയർമാൻ അടക്കം. ഏതാണ്ട് 6.5 കോടി ജനങ്ങൾ, 6-7 കോടിയോളം ജനങ്ങളും ഏതാണ്ട് ഈ പറയുന്ന 14 ലക്ഷത്തോളം 13-14 ലക്ഷത്തോളം തന്നെ സർക്കാർ ഉദ്യോഗസ്ഥരുമുള്ള വലിയ സംസ്ഥാനങ്ങളിൽ പോലും ഇത്തരത്തിലുള്ള PSC മെമ്പർമാരില്ല. ഇനി ആന്ധ്രാപ്രദേശിൽ 10 പേരേ ഉള്ളൂ. അവിടെ 5 കോടിയോളം ജനസംഖ്യയുള്ളൂ. ഉത്തർപ്രദേശിൽ ഇപ്പോൾ 2 കൊല്ലം മുമ്പ് ഉത്തർപ്രദേശിൻ്റെ PSC മെമ്പേഴ്സ് എന്ന് പറയുന്നത് വെറും 9 പേര് മാത്രമാണ്. അതായത് 20 കോടി ജനസംഖ്യയുള്ള ഒരു സ്റ്റേറ്റിൽ. ഇനി ഇതെല്ലാം പോട്ടെ, നമ്മൾ മറ്റൊരു കാര്യം അറിയേണ്ടത് UPSCയിൽ എത്ര മെമ്പർമാരുണ്ടെന്ന് ചോദിച്ചാൽ, PSC ബോർഡ് മെമ്പർമാർ എത്ര പേരുണ്ടെന്ന് ചോദിച്ചാൽ 9 പേര് മാത്രമേ. അതായത്
കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ മൊത്തം റിക്രൂട്ട്മെൻ്റ് എടുത്താലുള്ള യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷനിലേക്ക് പോലും ഇതിൻ്റെ പകുതി ആളുകൾ മാത്രമേ ഉള്ളൂ എന്ന് ചുരുക്കം. എന്ന് പറഞ്ഞാൽ ഇത് ഘടകകക്ഷി നേതാക്കൾക്കും അവരുടെ സ്വന്തക്കാർക്കും വേണ്ടി വിട്ടുകൊടുക്കുകയാണ്. ഇതിന് ഏറ്റവും വലിയ അട്രാക്ഷൻ ഞാൻ നിങ്ങളോട് പറഞ്ഞു, 6 കൊല്ലത്തേക്കാണ് നിയമനം. 6 കൊല്ലത്തേക്ക് ഏതാണ്ട് 2-2.25 ലക്ഷം രൂപ കയ്യിൽ ക്യാഷായിട്ട് കിട്ടും, TA വേറെ കിട്ടും, DA കിട്ടും, സ്റ്റേറ്റ് കാറ് കിട്ടും. ഇതെല്ലാ സൗകര്യങ്ങളും ഉണ്ട് എന്ന് മാത്രമല്ല, ഇതിൻ്റെ ഏറ്റവും വലിയ അടുത്ത അട്രാക്ഷൻ എന്ന് പറയുന്നത് നിങ്ങൾ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം നിങ്ങൾക്ക് ഫുൾ പെൻഷൻ കിട്ടും. അതായത് ഇപ്പോൾ ഏതാണ്ട് ഈ പറയുന്ന ലാസ്റ്റ് മേടിച്ച സാലറിയുടെ പകുതിയോളം തന്നെ പെൻഷൻ കിട്ടും. ഇപ്പം നമ്മൾ MLA-മാരുടെ അല്ലെങ്കിൽ മന്ത്രിമാരുടെ സ്റ്റാഫുകൾക്ക് പോലും ആ കാലയളവിലേക്കുള്ള പെൻഷൻ മാത്രമേ കിട്ടുള്ളൂ. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 2 കൊല്ലം ഒരു സർവീസ് ഉണ്ടെങ്കിൽ വളരെ ചെറിയ എമൗണ്ടുകളൊക്കെ മാത്രമേ പെൻഷനായിട്ട് കിട്ടുള്ളൂ. പക്ഷേ ഇവിടെ ഇതല്ല. കാരണം ഏതാണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് ഒരു 1.25 ലക്ഷം രൂപയൊക്കെ വേണമെങ്കിൽ കൂടായിട്ട് ഇപ്പോൾ ഒരു PSC ചെയർമാന് പെൻഷൻ കിട്ടാവുന്ന അവസ്ഥയാണുള്ളത്. ഇനിയിപ്പോൾ അത് ഏതാണ്ട് 3.5 ലക്ഷമോ 4 ലക്ഷമോ ഒക്കെ വർദ്ധിക്കുമെന്ന് കേൾക്കുന്നു. അങ്ങനെ വർദ്ധിച്ചാൽ തീർച്ചയായിട്ടും വെടിയായിരിക്കും. അതുകൊണ്ടാണ് നമ്മളൊരു ടീച്ചറാകാനും ഒരു ഗവൺമെൻറ് ലെക്ചറിനൊക്കെ കൊടുക്കുന്ന അതേ അളവിലുള്ള കൈക്കൂലി ഇതിന് കൊടുക്കുന്നത്. അപ്പോൾ കൈക്കൂലിക്ക് വേണ്ടി ഇപ്പോൾ നമ്മുടെ PSC മെമ്പർമാരുടെ നമ്പർ ഇത് തന്നെയാക്കി വെച്ചിരിക്കുന്നത് തീർച്ചയായിട്ടും LDF ഗവൺമെൻറ്റാണ്, പിണറായി വിജയൻ ഗവൺമെൻറ്റാണ്. അതുകൊണ്ട് എൻ്റെ 3 ചോദ്യങ്ങൾ കൂടി നിങ്ങൾ മറുപടി തരണം. ഒന്ന്, ഈ പ്രമോദ് കോട്ടൂറി എന്ന് പറയുന്ന ആളെ നിങ്ങൾ എന്തുകൊണ്ടാണ് പാർട്ടിയിൽ നിന്ന് പുറത്താക്കാത്തത്? രണ്ടാമത്തത്, ഇത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ജില്ലാ കമ്മിറ്റി ഇത് മറച്ചു വെച്ചെങ്കിൽ മോഹനൻ മാസ്റ്റർക്കെതിരെ നിങ്ങൾ നടപടിയെടുക്കേണ്ടതെന്നുള്ളത്. മൂന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം എന്ന് പറയുന്നത്, നിങ്ങൾ ഒരു മന്ത്രിയാണ് മുഹമ്മദ് റിയാസ്, ആ മന്ത്രിയായിട്ടുള്ള നിങ്ങൾക്ക് ഇതിൽ പങ്കില്ല എന്നാണ് ജനം വിശ്വസിക്കേണ്ടതെങ്കിൽ നിങ്ങൾ പോലീസിൽ അറിയിക്കുകയും ഇതിൽ ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് നിയമപരമായി നടപടിയെടുക്കുകയും വേണമായിരുന്നു ഈ പ്രമോദ് കോട്ടൂറിക്കെതിരെ. അത് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയാത്തിടത്തോളം ഞങ്ങൾക്ക് ചില കാര്യങ്ങൾ ഊഹിക്കാനാകും എന്ന് മാത്രമേ ഞാനിപ്പോൾ ഈ വീഡിയോയിൽ പറയുന്നുള്ളൂ.